ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്താനിരിക്കെയാണ് പോലീസ് നടപടി. ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനമെടുത്തതും. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്ന. വിനോദ്, എന്തായാലും നേരത്തെ ഈ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിനിടയിൽ തന്നെ SFI വ്യക്തമാക്കിയിരുന്നു ഗവർണറെ, ചാൻസലറെ ഇനി ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന. ആ വെല്ലുവിളി ഏറ്റെടുത്തതുപോലെ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഞാൻ കാലിക്കറ്റ് എത്തുന്നുണ്ട്, 3 ദിവസം സർവകലാശാലയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതുമാണ്. നിലവിൽ പോലീസ് സുരക്ഷ കൂട്ടുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഒരു സാഹചര്യം? രഞ്ജിനി, ഗവർണർക്കുള്ള സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ തിരുവനന്തപുരത്ത് ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധം ഒരു യാത്രയിൽ തന്നെ 3 രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള ആ യാത്രക്കിടെ 3 സ്ഥലങ്ങളിലാണ് ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. മാത്രവുമല്ല, തുടർന്നുള്ള നടപടികൾ ഇപ്പോഴും SFI പ്രവർത്തകർ റിമാൻഡിൽ തുടരുകയാണ്. ഈ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 7 പേരിൽ 6 പേർക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അവർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. IPC 124 വകുപ്പ്, അത് സ്റ്റേറ്റിനെതിരായ കുറ്റം എന്ന നിലയ്ക്കാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. രാഷ്ട്രപതി, ഗവർണർമാർ എന്നിവർക്കെതിരെയുള്ള ആക്രമണം എന്ന നിലയ്ക്കാണ് ആ വകുപ്പ് എടുത്തിട്ടുള്ളത്. അവർക്കെതിരെ ആക്രമണം അല്ലെങ്കിൽ പ്രതിഷേധമോ ഉണ്ടാകുമ്പോൾ ചുമത്തുന്ന വകുപ്പാണ് പ്രധാനമായും. ആ വകുപ്പ് ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട്. മറ്റൊന്ന് PDPP ആക്ട് ആണ്. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള വകുപ്പാണ് ചുമത്തിയത്. ഗവർണറുടെ വാഹനത്തിൽ അടിച്ചു എന്നതാണ് അതിന് ആധാരമായ സംഭവമായി പോലീസിനെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായിരുന്നാലും ഈ ഗവർണറുടെ കോഴിക്കോട് യാത്ര വലിയ സുരക്ഷിതത്വമുള്ള ഒരു കാര്യമാക്കി തന്നെയാണ് പോലീസ് കാണുന്നത്. കൂടുതൽ പോലീസ് സേനയെ അവിടെ വിന്യസിക്കും. ക്യാമ്പസിനുള്ളിൽ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനുള്ള ഒരു തീരുമാനമാണ്. ക്യാമ്പസിനുള്ളിൽ തന്നെ കഴിയാനുള്ള ഗവർണറുടെ തീരുമാനം. ക്യാമ്പസിനുള്ളിൽ കാവലിൽ കുത്തിക്കില്ല എന്ന നിലപാടിലാണ് SFI ഉള്ളത്. അദ്ദേഹം നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് മുറി ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കുക എന്ന നിലയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. SFI ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. SFI നേതൃത്വം പറയുന്നത് ഗവർണറെ ആക്രമിക്കുക എന്നതല്ല, മറിച്ച് ഈ കാവ്യവൽക്കരണം അവർ ആരോപിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കരിങ്കൊടി പ്രതിഷേധങ്ങളും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും സാധാരണ നിലയിലുള്ള പ്രതിഷേധ രീതികൾ അത് തുടരും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കോഴിക്കോട്ടും ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പക്ഷെ ഗവർണറുടെ വാഹനത്തിന് അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് പോയോ ഉള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കില്ല എന്ന നിലയ്ക്കാണ് നേതൃത്വം ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഗവർണർ ഈ തിരുവനന്തപുരത്തുണ്ടായതുപോലെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രതികരിക്കുമോ എന്ന നിലയ്ക്കാണ് SFI പ്രവർത്തകരുടെ അടുത്തേക്ക് അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. Z+ കാറ്റഗറി ഉള്ള സുരക്ഷ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ പാലിക്കേണ്ട ബാധ്യതയുണ്ട് അദ്ദേഹത്തിന്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും എല്ലാം ഒരേ തരത്തിലുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളാണുള്ളത്, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായാൽ അത് വൈകാരികമായി കാണുകയും അവിടെ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും 3 ദിവസം 16, 17, 18 തീയതികളിൽ അവിടെ ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ തന്നെ പരിപാടിയിലും പങ്കെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ നൽകിയിരുന്ന റൂട്ട് മാറ്റി പോലീസിന് നൽകിയിട്ടുണ്ട്. രാജ്ഭവനാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇതിനകം തന്നെയുണ്ട്. പ്രതിഷേധങ്ങൾ തുടരും എന്ന നിലയ്ക്ക് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DGPക്ക് ഇത് സംബന്ധിച്ച വിവരം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് തിരുവനന്തപുരത്തെ സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. അപ്രതീക്ഷിതമായി SFI പ്രവർത്തകർ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു എന്ന ഒരു കാര്യമാണ്. എന്തായാലും ഗവർണർ ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടി വരും. 3 ദിവസം അങ്ങനെ ക്യാമ്പസിനുള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണോ കാണുന്നത്? അങ്ങനെ വരുമ്പോൾ ക്യാമ്പസിനകത്ത് അത്രത്തോളം സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇവിടെ SFIയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വാഹനത്തിനോട് അടുത്ത് വരെ എത്തിയ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് SFI കടക്കാനുള്ള സാധ്യതയും എത്രമാത്രമാണ് ഇത്രയധികം വിമർശനവും വിവാദവും ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ?
തീർച്ചയായും SFI അവരുടെ പ്രതിഷേധം തുടരുമെന്നത് ഉറപ്പാണ്. കാരണം ഈ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലുള്ള നിലപാടുകൾ, ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരുമായി ബന്ധപ്പെട്ട് ഉയർന്ന എതിർപ്പ്, ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ SFI അവരുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നത് ഉറപ്പാണ്. SFI ഒരു ചുവടുകൂടി കടത്തി പറഞ്ഞത് ക്യാമ്പസിനുള്ളിൽ കാലുകുത്തിക്കില്ല എന്ന നിലയിലാണ്. പക്ഷേ ഗവർണർ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പോലീസിനെ സംബന്ധിച്ചാണ് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. കാരണം ഗവർണർക്ക് വലിയ സുരക്ഷ നൽകേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. SFI മറ്റൊരു കാര്യം നേരത്തെ തന്നെ ആഷോ ഉൾപ്പെടെ SFIയുടെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, അദ്ദേഹത്തെ കായികമായി ആക്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിക്കുക അങ്ങനെയുള്ള ഒരു സമര രീതിയല്ല. ഈ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരുക, ആ പ്രതിഷേധം അവർ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള രീതിയിലായിരിക്കില്ല, മറിച്ച് അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുക എന്നത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇപ്പോഴത്തെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ നിലയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് SFI നേതൃത്വം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ ആകട്ടെ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. സർക്കാർ ഗസ്റ്റ് ഹൗസ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്, അത് ഒഴിവാക്കിയാണ് ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ താമസിക്കാനുള്ള തീരുമാനം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളുണ്ട്. ഗവർണർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നേരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന നിലയ്ക്ക്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ സുരക്ഷ നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കോഴിക്കോട് സ്വാഭാവികമായും ആ നിലയ്ക്ക് ഗവർണർക്ക് സുരക്ഷ നൽകേണ്ടി വരും. മറ്റൊരു കാര്യം, ഗവർണർ ഇങ്ങനെ കരിക്കൊടി പ്രതിഷേധം ഉണ്ടായാൽ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നീക്കം അല്ലെങ്കിൽ നടപടി എന്താകും? അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായതുപോലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമോ? SFIക്കാരുടെ അടുത്തേക്ക് പോകാനുള്ള അദ്ദേഹം ഈ ഒരു വിഷയം അങ്ങനെ തന്നെ നമ്മൾ പറയണം, കുറച്ച് വൈകാരികമായി കാണുകയും SFIക്കാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അതെല്ലാം വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് സുരക്ഷ നൽകുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കോഴിക്കോട് എത്തുന്ന ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസും ഉള്ളത്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.